പടിയിറങ്ങി പോവുകയാണെങ്കിൽ പോട്ടെ എന്ന് മനസ്സിൽ പറയുന്നുണ്ട്. പിന്നീട് നമ്മുടെ ആനയെ ഇങ്ങനെ മനസ്സിലാലോചിക്കുകയാണ്, അവൾ ഞാൻ ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് ഇത്രയും നേരമായിട്ട് വിളിച്ചില്ലല്ലോ എന്നൊക്കെ, ഇങ്ങനെ എന്താണെങ്കിലും ഇന്ന് കണ്ടിട്ടേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് വഴി തന്നെ നിൽക്കുകയാണ്. അതിനിടയ്ക്ക് ആലോചിക്കുന്നുണ്ട്, എന്താണെങ്കിലും ഏട്ടത്തെ വെറുക്കുന്ന വലിയമ്മ എന്താ ഇവിടെ നന്ദാവനത്തിൽ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. പിന്നെ നന്ദു ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോന്നെ. അപ്പോഴത്തേക്ക് നമ്മുടെ ദേവേനെ അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട് കേട്ടോ. കയറി വരുന്നതൊന്നും നന്ദുവിനെ അറിയുന്നില്ലേ. എന്നിട്ട് തൊട്ട് വിളിക്കും കേട്ടോ, മോളെ പോകുന്നില്ലെന്ന് ചോദിക്കുക. പോകണം എന്നിങ്ങനെ പറയും കേട്ടോ. സത്യം പറഞ്ഞാൽ മോള് പോകുമ്പോൾ ഈ വീട്ടുകാരെല്ലാം ഇത്ര സെൻറ്റി ആവുമെന്ന് ഞാൻ വിചാരിച്ചേ ഇല്ല എന്നിങ്ങനെയൊക്കെ ദേവേനെ പറയുന്നുണ്ട്. ഇത്ര ചെറുപ്രായത്തിൽ തന്നെ മോൾ SA ആയതുകൊണ്ട് ഇനി CA ഒക്കെ ആകും. അപ്പോൾ ഉയർന്ന പോസ്റ്റിലേക്ക് പോകുമ്പോഴത്തേക്കിനും മനസ്സാക്ഷി കുത്തുണ്ടാകുന്ന കാര്യങ്ങളൊന്നും നമ്മുടെ മനസ്സിലുണ്ടാവാൻ പാടില്ല മോളെ എന്നിങ്ങനെ വീണ്ടും ദേവേനെ നമ്മുടെ നന്ദുവിനെ ഉപദേശിക്കുവാണ് കേട്ടോ. ഈ അവസാന നിമിഷം പോലും ഞാനത് പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല, അനാമികയുടെ അനിയുടെയും ജീവിതത്തിൽ മോൾ ഇപ്പോഴും ഒരു സംസാര വിഷയമാകുന്നുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ പറയേ. അതൊക്കെ അറിയാമെന്നിങ്ങനെ നന്ദു പറയുന്നുണ്ട്. അപ്പം അതൊക്കെ അറിയാമെങ്കിലും മോളുടെ മനസ്സിലുണ്ടാകുന്ന ചലനങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട്, അത് മോളുടെ ചേച്ചിക്ക് മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ ദേവയാനി നന്ദുവിൻ്റെ അടുത്ത് പറയുകയാണേ. ഇനിയിപ്പോൾ ക്യാമ്പിലേക്ക് പോകുമല്ലേ, ഇനി കാണാനൊന്നും പറ്റില്ലല്ലോ എന്നിങ്ങനെ നന്ദു ദേവയാനിയുടെ അടുത്ത് പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ ദേവയാനി പറയുന്നുണ്ട്, SA ഒക്കെ ആയിട്ട് വന്നതിന് ശേഷം നല്ലൊരു പയ്യനെ ഞാനും ആദർശമൊക്കെ ചേർന്നിട്ട് കണ്ടുപിടിച്ച് കല്യാണം നടത്താമെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നന്ദു പറയുന്നുണ്ട്, എനിക്ക് കല്യാണമൊന്നും വേണ്ടാന്ന് പറയും കേട്ടോ. അപ്പം നമ്മുടെ ദേവേനെ പറയുകയാണ്, ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴാണ് ഞങ്ങൾക്ക് വീണ്ടും സംശയം ഉണ്ടാകുന്നത്. മോളുടെ കല്യാണം കഴിഞ്ഞാൽ അനി പിന്നെ ഒരിക്കലും മറ്റൊരാളുടെ ഭാര്യയുടെ അടുത്തേക്ക് വരത്തില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അവനൊരു ഭാര്യ ഉണ്ടെന്നുള്ള തോന്നൽ പോലും ഇല്ല. അല്ലെങ്കിൽ തന്നെ അവൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം നല്ലൊരു ദാമ്പത്യം പോലും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നിങ്ങനെ ദേവേനെ പറയുവേ. അതുകൊണ്ട് അവൻ്റെ മനസ്സിൽ ഇപ്പോഴും പഴയതുപോലെ തന്നെ മോള് നിൽക്കുന്നത്. വീണ്ടും ദേവേനെ ഇങ്ങനെ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ്. മോളുടെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം മറക്കും, അങ്ങനെ മറക്കണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ നന്ദു ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അവനിപ്പോൾ എന്നെ കഥ പുറത്ത് നിൽക്കുകയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അനി ഇങ്ങനെ ടെൻഷനാകുകയാണ്. ഇങ്ങനെ നിന്ന് ചങ്കത്ത് തരുമ്പോന്നുണ്ട്, ഇങ്ങനെ മൊബൈൽ എടുക്കുന്നുണ്ട്, അങ്ങനെ എന്തൊക്കെ വെച്ച് അവൾ വിളിക്കുന്നുമില്ലല്ലോ, മെസ്സേജും വിടുന്നില്ലല്ലോ. ഇനിയിപ്പോൾ ആലോചിച്ചിട്ട് സമയമില്ല, ഇഷ്ടമില്ലാത്തടത്തോട്ടെ വലിയ ഏതെങ്കിലും വന്നല്ലോ, ഞാനും ഇടിച്ച് കയറിയിട്ട് കാര്യമുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ബൈക്ക് എടുത്ത് നന്ദാവനത്തിലോട്ട് പോകാനായിട്ട് വീണ്ടും റെഡിയാകുകയാണ് അനി. എന്നിട്ട് ബൈക്കിൽ വന്നിട്ട് നേരെ നന്ദാവനത്തിൽ ഇറങ്ങും കേട്ടോ. എന്നിട്ട് ഹെൽമെറ്റ് തലയിരിക്കുകയാണ്. അല്ല കള്ളന്മാരെ പോലെ ഞാൻ എന്തിനാണ് ഹെൽമെറ്റും വെച്ചുകൊണ്ട് പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഹെൽമെറ്റ് ഊരി വെക്കുക. എല്ലാവരും മാറി നടന്ന് ഉപദേശിക്കുക, എന്നെ ഉപദേശിച്ചു, അവളെ ഉപദേശിച്ചു, എന്നിട്ടും വലിയ വിശേഷമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ, എൻ്റെ മനസ്സിനെ എനിക്ക് പറഞ്ഞ് തൃപ്തിപ്പെടുത്തണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അനി ഉള്ളിലോട്ട് പോവുകയാണേ. എന്തായാലും അവളെ ചെന്ന് കണ്ടില്ലെങ്കിൽ എനിക്ക് പിന്നെ ഉറങ്ങാൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് അനി ഉള്ളിലോട്ട് പോകുന്നത്. അവളെ സന്തോഷത്തോടെ യാത്ര അയക്കണം അച്ഛൻ എന്നിങ്ങനെ പറയാം. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, ഈ പറയുന്ന ആളുടെ പറച്ചിൽ കേട്ടാൽ ഈ പറയുന്ന ആൾക്ക് ഭയങ്കര സന്തോഷമാണെന്നിങ്ങനെ തോന്നുമെന്ന് പറയുവേ. നയനയാണ് പറഞ്ഞത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ